നമസ്കാരം. വിവാദങ്ങളുടെ തോഴൻ മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വക കടുത്ത ശാസന. 5000 പ്രണയിനികളുണ്ടെന്നും പ്രണയിക്കാത്തവർ പൊട്ടന്മാരാണെന്നുമുള്ള ഗണേഷിന്റെ പ്രസ്താവനകൾ അതിരുകടന്നുവെന്നാണ് മുഖ്യമന്ത്രി നേരിട്ട് ഗണേഷിനോട് പറഞ്ഞത്. ഭാര്യ ബിന്ദു മേനോൻ പരാതിയില്ലെന്ന് നിലപാടെടുത്തതുകൊണ്ട് മാത്രമാണ് തൽക്കാലം വെറുതെ വിടുന്നതെന്നും മേലിൽ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ജാഗ്രത വേണമെന്നും മുഖ്യമന്ത്രി താക്കീത് നൽകി. മന്ത്രിസ്ഥാനം നിലനിർത്താൻ ഭാര്യയെ അനുനയിപ്പിച്ച് പരാതി പിൻവലിപ്പിക്കാൻ ഗണേഷിന് കഴിഞ്ഞെങ്കിലും തൂങ്ങിക്കിടക്കുന്ന വാള് പോലെ ചില തെളിവുകൾ ഇപ്പോഴും പുറത്തുണ്ട്. ഗണേഷിനെതിരെ ബിന്ദു മേനോന്റെ പക്കലുള്ള ആ നിർണായക ഫോട്ടോ പുറത്തു വന്നാൽ മന്ത്രിസ്ഥാനം രാജിവെച്ച് പുറത്തേക്ക് പോകേണ്ടി വരുമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. ഗണേഷിന്റെ പ്രസ്താവനകൾ സർക്കാരിന്റെ അന്തസ്സിന് നിരക്കാത്തതെന്ന് മുഖ്യമന്ത്രി വിലയിരുത്തിയിട്ടുണ്ട്. ഗണേഷിന് കുരുക്കാവുന്ന തെളിവുകൾ ബിന്ദു മേനോന്റെ പക്കലുണ്ടെന്ന് വെളിപ്പെടുത്തൽ ഗൗരവത്തിലാണ് കാണുന്നത്. വാളകത്തെ വീട്ടിലുണ്ടായിരുന്ന സ്ത്രീയെയും കുട്ടിയെയും കേരള പോലീസ് തിരിച്ചറിഞ്ഞു. ഇക്കാര്യത്തിൽ റിപ്പോർട്ടും പോലീസ് ആസ്ഥാനത്ത് കിട്ടിയതായിട്ടാണ് സൂചന. വാളകത്തെ തറവാട്ട് വീട്ടിലുണ്ടായ സംഭവങ്ങൾ കേവലം ഒരു കുടുംബ പ്രശ്നം എന്ന നിലയിൽ ഒതുക്കി തീർക്കാൻ ശ്രമിക്കുമ്പോഴും ഗണേഷിനെ ഭയപ്പെടുത്തുന്നത് ബിന്ദു മേനോന്റെ പക്കലുള്ള തെളിവുകളാണ്. മന്ത്രിക്കെതിരെ ഫോട്ടോയടക്കമുള്ള തെളിവുകൾ തന്റെ കൈവശമുണ്ടെന്നും ബിന്ദു നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. ഈ ചിത്രം പൊതുസമൂഹത്തിന് മുന്നിലെത്തിയാൽ മുഖ്യമന്ത്രിക്ക് പോലും ഗണേഷിനെ സംരക്ഷിക്കാൻ കഴിയില്ല എന്നതാണ് അവസ്ഥ. പക്ഷേ ആ ഫോട്ടോകളൊന്നും പുറത്തേക്ക് വരില്ലെന്ന ആത്മവിശ്വാസത്തിലാണ് ഗണേഷ്. വാളകത്തെ വീട്ടിൽ വിവാദ സമയത്തുണ്ടായിരുന്ന സ്ത്രീയും കുട്ടിയും തിരിച്ചറിഞ്ഞെങ്കിലും പരാതിക്കാരിയായ ബിന്ദു മേനോൻ പിൻവാങ്ങിയതോടെ തൽക്കാലം നടപടികളിൽ നിന്ന് ഗണേഷ് രക്ഷപ്പെടുകയായിരുന്നു. മൂന്നാം കക്ഷികളുടെ പരാതിയിൽ കേസ് എടുക്കുകയുമില്ല. മന്ത്രിസ്ഥാനത്തിരുന്ന ഗണേഷ് നടത്തുന്ന അനാവശ്യ പ്രസ്താവനകൾ സർക്കാരിന്റെ പ്രതിച്ഛായയെ ബാധിക്കുന്ന വിലയിരുത്തലാണ് മുഖ്യമന്ത്രി. തനിക്ക് 5000 പ്രണയിനികളുണ്ടെന്ന പരാമർശം പൊതുസമൂഹത്തിൽ വലിയ പരിഹാസത്തിനിടയാക്കിയിരുന്നു. ഇതിനെതിരെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ളവർ കടുത്ത ഭാഷയിൽ പ്രതികരിക്കുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിലാണ് ഗണേഷിനെ മുഖ്യമന്ത്രി ശാസിച്ചത്. സ്ത്രീപക്ഷ നിലപാടുകൾ പറയുന്ന സർക്കാർ ഗണേഷിന്റെ കാര്യത്തിൽ പുലർത്തുന്ന മൗനം പ്രതിപക്ഷം വലിയ ആയുധമാക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കാൻ കാണിക്കുന്ന ആവേശം സ്വന്തം മന്ത്രിയുടെ കാര്യത്തിൽ സർക്കാരിനില്ല എന്ന ആക്ഷേപം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് വലിയ തലവേദനയാകും. പത്തനാപുരത്ത് ഗണേഷ് വീണ്ടും സ്ഥാനാർത്ഥിയാകുമ്പോൾ ഈ വിവാദങ്ങൾ തിരിച്ചടിയാകുമെന്ന് ഉറപ്പാണ്. മുഖ്യമന്ത്രി ശാസ്ത്രീയ സാഹചര്യത്തിലാണ് കെ.ബി. ഗണേഷ് കുമാർ വിശദമായ പ്രതികരണം ഇന്ന് ഒഴിവാക്കിയത്. കഴിഞ്ഞ ദിവസം വളരെ വിശദമായി തന്നെ മറുപടി പറഞ്ഞു. ഇതിലാണ് 5000 പ്രണയത്തെക്കുറിച്ച് അടക്കം പറഞ്ഞത്. തന്നെ വേട്ടയാടാൻ ശ്രമിക്കുന്നവർക്ക് മറുപടി മാത്രമാണ് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ഇന്ന് നടത്തിയത്. നിലവിലെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ മന്ത്രിസ്ഥാനം രാജിവെക്കാൻ തനിക്ക് ഉദ്ദേശമില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. തന്റെ ചോര കുടിക്കാൻ ചിലർ കാത്തിരിക്കുകയാണെന്നും ഗണേഷ് കുമാർ തുറന്നടിച്ചു. തിരുവനന്തപുരത്ത് KSRTCയുടെ ഒരു പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മന്ത്രി എന്ന നിലയിലുള്ള തന്റെ വിടവാങ്ങൽ പ്രസംഗമായി ഇതിനെ കണക്കാക്കാമെന്ന് പറഞ്ഞ ഗണേഷ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മന്ത്രിക്ക് വിലയില്ലെന്ന് കൂട്ടിച്ചേർത്തു. പ്രസംഗത്തിലുടനീളം വികാരാധീനനായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുമെന്ന പ്രഖ്യാപനം KSRTCയെ നശിപ്പിക്കാനാണെന്ന് മന്ത്രി ആരോപിച്ചു. ജീവനക്കാരുടെ DA കാര്യത്തിൽ മുഖ്യമന്ത്രിയുമായും ധനമന്ത്രിയുമായും സംസാരിച്ചിട്ടുണ്ടെന്നും താൻ പോയാലും സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അദ്ദേഹം ജീവനക്കാരോട് അഭ്യർത്ഥിച്ചു. തന്നോട് സ്നേഹത്തോട് സഹകരിച്ച എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ടാണ് ഗണേഷ് കുമാർ പ്രസംഗം അവസാനിപ്പിച്ചത്. മുഖ്യമന്ത്രിയുടെ ശാസനയും കുടുംബ പ്രശ്നങ്ങളും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നതിനിടയിലാണ് ഗണേഷിന്റെ ഈ പ്രതികരണം. അതേസമയം ഗണേഷ് കുമാറിനെതിരായ ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി DGPയോട് വിവരങ്ങൾ തേടിയിരുന്നു. മന്ത്രിയുടെ വാളകത്തെ വീട്ടിൽ ശനിയാഴ്ച നടന്ന സംഭവങ്ങളും പോലീസ് ഇടപെടലുകളും DGP മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചു. ഭാര്യ പരാതി നൽകാത്തതിനാൽ കേസെടുത്തിട്ടില്ലെന്നും കുടുംബ പ്രശ്നമായതിനാലാണ് പോലീസ് ഇടപെടാതിരുന്നതെന്നുമാണ് കൊല്ലം റൂറൽ SP DGPക്ക് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ബിന്ദു മേനോൻ പരാതിയിൽ നിന്ന് പിന്മാറിയെങ്കിലും സർക്കാരിന്റെ സമ്മർദ്ദം മൂലമാണ് പിന്മാറിയതെന്ന പ്രചാരണം തെരഞ്ഞെടുപ്പിൽ ഉയർത്തപ്പെടുമെന്നും വിലയിരുത്തപ്പെടുന്നു. സമാനമായ വിഷയത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഗണേഷിന്റെ രാജിക്കായി സമ്മർദ്ദം ചെലുത്തിയ CPM ഇപ്പോൾ മൗനം പാലിക്കുന്നത് പ്രതിപക്ഷം ആയുധമാക്കുകയാണ്.